വീടിൻ്റെ അടുത്ത് വലിയൊരു ആഞ്ഞിലി മരം ഉണ്ടായിരുന്നേ. അതിൽ നിറച്ച് ആഞ്ഞിലി ചക്ക പിടിച്ച് കിടക്കും. എൻ്റെ ആങ്ങള ആഞ്ഞിലിച്ചക്കയെ വലിഞ്ഞു കയറും. പുള്ളിക്കാരന് വലിയ ഇഷ്ടം, വലിയ മരങ്ങളിലൊക്കെ വലിഞ്ഞു കയറുന്നു. എന്നോട് എപ്പോഴും പറയടി, നിനക്ക് ആഞ്ഞിലിച്ചക്ക വേണോ? ആഞ്ഞിലിച്ചക്ക വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു ചരുവമായിട്ട് ആഞ്ഞിലിച്ചക്കയുടെ ആഞ്ഞിലി മരത്തിന്റെ താഴെ നിൽക്കണം. നമ്മുടെ ടിപ്പു ഇരിക്കുന്നുണ്ടോ ആഞ്ഞിലിച്ചക്ക തിന്നാൻ വേണ്ടി? അതേ കണക്ക് ഞാൻ ആഞ്ഞിലിച്ചക്ക പ്രതീക്ഷിച്ച് ചരുവമായിട്ട് നിൽക്കുന്നു എന്ന് ഓർത്ത് നോക്കും. ആഞ്ഞിലിച്ചക്ക താഴോട്ട് വീഴുമെന്നും പറഞ്ഞ് ചരുവം പിടിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുക. മേലോട്ട് നോക്കല്ലേ നീ, നോക്കിയാൽ നിന്റെ കണ്ണിൽ ആഞ്ഞിലിച്ചക്ക വീഴും എന്ന് പറയും. ഞാൻ താഴോട്ട് നോക്കി, ആഞ്ഞിലിച്ചക്ക ഇപ്പൊ വീഴുമെന്നും പറഞ്ഞ് കഥഭാഗ്യമായി ഞാൻ എന്ത് പറയാനാ. എനിക്കൊരു ആഞ്ഞിലിച്ചക്ക കുരു പോലും ആ ചരുവത്തിലോട്ട് ഇട്ട് തരത്തില്ല എൻ്റെ ആങ്ങള. അപ്പൊ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ കൗതുകവും രസകരവുമായ കാര്യങ്ങളാണെങ്കിലും അന്ന് എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു കാര്യമായിരുന്നു. ഞാൻ സഹികെട്ട് ക്ഷമയാറ്റി ഞാൻ മേലോട്ട് നോക്കുമ്പോൾ എന്തുവാ കാണുന്നത്? ആ മുകളിലിരുന്ന് എൻ്റെ ആങ്ങളെ ചക്ക തിന്നു. ആങ്ങളെ 2 ചക്ക പിടിച്ചു വെച്ച് ആ മുകളിലിരുന്ന് തിന്നുക. എനിക്ക് ഒരു ചുള പോലും തരാതെ പുള്ളിക്കാരൻ അവർ ആസ്വദിച്ചിരുന്ന് തിന്നുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഇന്നും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ രസകരമായ കുറേ കഥകൾ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ല നല്ല കഥകളുമായിട്ട് ഞാൻ വരാം. എൻ്റെ വീഡിയോ എല്ലാവരും കാണണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ണ് നിറയാറുണ്ട്, എന്നാലും ഒരു സന്തോഷമുണ്ട്. എല്ലാം നമ്മുടെ ബാല്യത്തിലല്ലേ ഇതെല്ലാം നടന്നിരിക്കുന്നത്. ആ ബാല്യം ഇനി ഒന്നും ഒരിക്കലും തിരിച്ചു വരത്തില്ലല്ലോ.